ഹരേ കൃഷ്ണ. എൻ്റെ സാൻഡിങ് ബാഗ് കുറച്ച് പഴയതുകൊണ്ട് ഞാൻ പുതിയ സാൻഡിങ് ബാഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു പുതിയ തുണിയാണ്, ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ നമ്മൾ സാൻഡിങ് ബാഗ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ താമരയുടെ ഇതൾ പോലെ ഒരു ഡിസൈൻ വരച്ചിട്ട് 4 ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ രണ്ടെണ്ണം ആക്കിയിട്ടാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ തുന്നുക, ഒരു ഭാഗം മാത്രം തുന്നുക, ഒരു ഭാഗം ഇങ്ങനെ തുറന്ന് വയ്ക്കുക. എന്നിട്ട് ആ 2 ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യുക, ഈ തുറന്നിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ നമ്മൾ തുന്നിയെടുക്കുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, മുകൾ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് തുന്നാൻ പാടില്ല. നമ്മൾ കൈകൾ ഇടാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അതിന് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, മാല ഇടാനുള്ള സ്പേസും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വിരലിടാനുള്ള ഒരു സ്പേസും കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈസിയാണ്, തുന്നി വരുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഹാങ്ങിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാല റെഡിയായി, മാല ബാഗ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.